എന്ന് ട്രിപ്പ് പോകണമെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന സ്ഥലം വയനാടാണ്. പക്ഷേ ഇന്നത് മാറ്റിപ്പിടിച്ച് ഞങ്ങൾ നേരെ പാലക്കാട്ടിലോട്ട് പോയിരിക്കുകയാണ്. ഈ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇന്നിവിടെ സ്വന്തം പാലക്കാടുണ്ട്. പാലക്കാടുള്ള നെല്ലിയാമ്പതിയാണ്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് വാർത്തയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഫോട്ടോ കണ്ടിട്ട് അന്ന് മനസ്സിൽ കുറിച്ച സ്ഥലമാണ് നെല്ലിയാമ്പതി. എന്തെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചു. ഇന്നത് സഫലീകരിക്കുകയും ചെയ്തു. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ടാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. എന്താണെന്ന് നമുക്ക് അകത്ത് കഴിഞ്ഞ ശേഷം കാണാം. ഇത് രാവിലെ 4 മണി 5 മണിയോ ഒന്നുമല്ല. എന്താ ഒരു വൈബ്. ഇത് 8 മണിക്ക് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം തന്നെ പറയാം, ടിക്കറ്റ് ഫെയർ വന്നിട്ട് 30 rupees എങ്ങാണ്ടുമായിരുന്നു. പിന്നെ ഇത് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാപ്പിത്തോട്ടമാണ്. ഒരുപാടുണ്ട് കേട്ടോ. ആ എൻ്റെ എത്തുന്നവരെയും ഇത് തന്നെയാണ് മെയിനായിട്ട് ഇവിടെ കാണാനുണ്ടായിരുന്നത്. ഇനി ഉടനീളമുള്ള കാഴ്ചകളൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടില്ലേ, എന്താ പറയുക, ഇതാണ് ശരിക്കും നമ്മുടെ നാടിൻ്റെ കളറ്. അപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് ഇതുപോലത്തെ തോട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കാച്ചാൽ ഈ വെള്ളം ഭയങ്കര വീക്ക്നെസ്സാണ്. കുറേ നാളത്തെ ആഗ്രഹം ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങണമെന്ന്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അർച്ചോനെ മീനുടയാണ്ടിരുന്നാൽ മതി. മിക്കവാറും ഞാൻ ചെരുപ്പൊന്നും ഊരാം കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ മറിഞ്ഞു കുത്തി വീഴും. ചെരുപ്പൊന്നും ഊരാം, അതാ നല്ല. നോക്കി നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഈ ഓറഞ്ച് പൂക്കളിങ്ങനെ മരത്തിൻ്റെ ആയിരിക്കും. നല്ല രസമുണ്ട്. ഇവിടെ കുറേ ഫാമിലീസൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ വെള്ളത്തിലിറങ്ങാനായിട്ട്. അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലിറങ്ങണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് മാറ്റി. ഇപ്പോൾ ഒരു പയ്യൻ വീണിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. എനിക്കൊന്നും ഇറങ്ങണ്ട, ഇങ്ങനെ കണ്ടിരിക്കുന്നതന്നെ ഭയങ്കര സുഖമാണ്. കാണിക്കേ, ഇത് നോക്കിയേ, അവരൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്, ആ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിഞ്ഞു കുത്തി ഇവിടെ വീഴും. മുഖമൊക്കെ കഴുകുന്നുണ്ട് എല്ലാവരും. സൂപ്പറാട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടെ റിലാക്സ് ചെയ്യിപ്പിക്കും. വെള്ളത്തിൽ തൊടാൻ തന്നെ പേടിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് പേര് മുഖമൊക്കെ കഴുകുന്നുണ്ട്. അത്രയ്ക്കും പ്യുവറായിട്ടുള്ള വാട്ടറാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണുമ്പോൾ കലങ്ങിയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നല്ല വാട്ടറാണ്. പക്ഷെ കുടിക്കാൻ പറ്റില്ല. മുഖമൊക്കെ കഴുകാം. ഞാൻ ഒന്നും കഴിവില്ല, എൻ്റെ മേക്കപ്പൊക്കെ. ഞാൻ എണീറ്റ് അങ്ങോട്ട് പോകണം. കുറേ ഫാമിലീസൊക്കെ ഉണ്ട്, അവരൊക്കെ കൈയും മുഖമൊക്കെ കഴുകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ മുഖം കഴുകുന്നില്ല, കൈയെങ്കിലും കഴുകാം. വിജനതയിൽ പാതി വഴി. ഇതൊരു വിജനമായ പാതയാണ്. ഈ പാത എവിടെ അവസാനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുഴയല്ല, ഇവിടെ നിന്ന് പോകുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം അവിടെയാണ്. അവിടെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അതുവഴി നടക്കുക വെച്ചാൽ നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് നമുക്ക് മിസ്സാകും. ഇവിടെ മോർണിംഗ് 6 o'clock to 4 o'clock വരെ മാത്രമേ പെർമിഷൻ ഉള്ളൂ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 o'clock ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാം. ഞാൻ പിടിക്കാം. ഇവിടെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആ സൈഡ് കവർ ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ഓൾറെഡി ഫേസ് കവറും അഭ്യാസമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ അവരതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഫീൽ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ മാറി ഇങ്ങോട്ട് ഒറ്റയ്ക്ക് തനിമയിലോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചർ ആട്ടോ ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. ചെരുപ്പൊക്കെ അവിടെ അയച്ചിച്ചാൽ മതിയാണ്. അയച്ചേക്കാം. ഇതിനെ വെറുതെ റിസ്ക് എടുക്കുന്നത്. അയ്യോ, എങ്ങനെ ഇറങ്ങും? ഞാൻ എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ എനിക്ക് തീരെ പറ്റുന്നില്ല. കാലെങ്കിലും നനപ്പിക്കണം എന്നുണ്ട്. പക്ഷെ ഇവിടെ ഫുള്ള് ചെളിയാണ്. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ മൂടും കുത്തി വീഴും. ചെരുപ്പിടാതെ പോയി കഴിഞ്ഞാൽ കുറച്ച് ചെളിയില്ലാവുന്നേ, കുഴപ്പമില്ല. അയ്യോ, എന്താ ഇത് വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേക കളറ്. ഭയങ്കര തണുപ്പാട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കാലിന്. കുറച്ച് നേരം ഇവിടെ തന്നെ അങ്ങനെ സ്റ്റാൻഡാന്ന് വിചാരിച്ച്.
എനിക്ക് പൂനിട്ട് കൊടുക്കല്ലേ? കൈ അത് രസമുണ്ട് കേട്ടോ. ഇവിടെ വലിയ ഒഴുക്കില്ല. കുറച്ച് നേരം കൂടെ നിന്ന് ഞാൻ ലൈവായിട്ട് ഞാൻ മൂടും കുത്തി വീണ വീഡിയോ ആണോ? കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഒന്നും. രസമുണ്ട്, നല്ല രസമുണ്ട്. ഈ യെല്ലോ കളറിൽ അട്ട കഴിച്ചിട്ടുണ്ട്. ഇതാ കിടക്കുക. ഇതെന്റെ ചോരയാ. ഇതാ പ്രശ്നം. സൂപ്പർ. നമ്മ അവിടെയാണ് കേട്ടോ. വേണ്ടിരുന്നോ തീർന്നു. അടുക്കളൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങിറങ്ങും ഭയങ്കര ഡിഫിക്കൾട്ടാണ് കേട്ടോ. ലൈഫിൽ പേടിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ആഴം അല്ലെങ്കിൽ ഉയരം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നാലും നല്ല രസമാണ്. എന്താ പറയുക, ഇത് വന്നിട്ട് നമ്മുടെ സമുദ്രനിരപ്പിൽ ഒരു 3000-4000 അടി മുകളിലുള്ള ഒരു സ്ഥലമാണ്. സൂസൈഡ് പോയിൻ്റാണ്. എനിക്ക് അത്രയ്ക്കും ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല സൂസൈഡ് ചെയ്യാൻ മാത്രം. എന്നാലും കണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് ക്ലൗഡ് നിറയും. കാരണം ഇന്നലെ ഇങ്ങനെ വരുന്ന വഴിക്ക് ഈവൻ റോഡ് സൈഡിൽ പോലും ക്ലൗഡ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ, ഇത്രയും ഉയരത്തിലുള്ള സ്ഥലങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. ഭയങ്കര സ്ഥലമാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, വാക്കുകളില്ല വർണ്ണിക്കാൻ. ദാ ഭൂപ്രദേശം നീണ്ട് നിവർന്ന് പച്ച പരവതാനി വിരിച്ചത് കണക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയുക, വന്ന വഴിയാണെന്നൊന്നും തോന്നത്തില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത് ഈ രസം പറയുന്നത്. അതിനപ്പുറം ഒരു വാക്കുണ്ടോ? വളരെ മനോഹരമായിട്ടുള്ള സീനറി. നോക്കിയേ, കാണിച്ചേ മാഷാ അല്ലാ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഓരോരുത്തരും ഇത് കാണാണ്ട് വിദേശത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയോ മലമറിക്കാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ശരിക്കും സ്വർഗം. നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ കാണാനുണ്ട് ഒരുപാട്. ഭയങ്കര ഈ ഫോറസ്റ്റ് നിറച്ചും കാടാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ചില മരങ്ങളിലും ചില പാറകളിലൊക്കെ ചില ആൾക്കാർ അവരുടെ പേര്, അവർക്ക് വേണ്ടപ്പെട്ടവരുടെ പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇത് മനസ്സിലാവുന്നൊന്നുമില്ല, എന്നാലും ലവും പേരും സ്പെല്ലിങ്ങും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങറ്റം വരെ ഉണ്ട്. നല്ല പൊക്കുള്ള ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പോർഷൻ. ഇവിടെ ഫുള്ള് കാപ്പീൻ്റെ ഒക്കെ ആണ് കേട്ടോ. കാപ്പി മീൻസ് കോഫിയാണ്. ഇതൊക്കെ കോഫി മരമാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും തേയിലയും കോഫിയാണ് ഞാൻ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളാരും നമ്മൾ ഈ കോഫി ഉണ്ടാക്കി കുടിക്കുന്നതല്ലാണ്ട് ശരിക്കും ഈ മരത്തിലുള്ളപ്പോൾ ഉള്ള കോഫിയുടെ ആ ഒരു സംഭവം അല്ലേ, അത് ഇതാണ്. നോക്കിയേ, ഇത് കണ്ടോ, ഇതാണ് കോഫി. ഉണങ്ങിയിട്ടില്ല, ഇത് ഈ സാധനം ഇത് ഉണങ്ങിയതിന് ശേഷം എടുക്കല.
ആ മണമൊന്നും ഇല്ല കേട്ടോ. ഇത് ഉണങ്ങിയതിന് ശേഷം മണം വരുള്ളൂ തോന്നുന്നു. കുറേ പറിച്ചെടുത്ത് ഉമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കണം. ഇത് ഉണക്കി പൊടിച്ചിട്ട് വീട്ടിൽ എന്താ അതിന് പറയുന്നത്, നാച്ചുറലായിട്ടുള്ള കോഫി ഞങ്ങൾ വീട്ടിലുണ്ടാക്കണം. കുറേ പറിക്കണം ഇതിനകത്തുനിന്ന്. നമ്മളൊക്കെ പൊടിച്ചിട്ടുള്ള ആ കോഫി പൗഡർ വീട്ടിൽ യൂസ് ചെയ്തിട്ട് മാത്രമേ അറിയുള്ളൂ. ഇതാണ് ശരിക്കും കോഫി പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് പഴുത്തിട്ടുണ്ട്. ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് കോഫി ഉണ്ടാക്കുന്നത്. വരുമ്പോൾ മോസ്റ്റ്ലി കണ്ടത് കുറേ ഇതുപോലത്തെ കോഫിയുടെ പ്ലാന്റും പിന്നെ തേയിലയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാൻ പരിചയമുള്ളതാണ്. പക്ഷേ കോഫി അത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ എടുത്തിട്ട് ഉണക്കി പൊടിച്ച് ഇതിനകത്തുള്ള ഈ സീഡ്സ് ആണെന്ന് തോന്നുന്നു ഉണക്കി പൊടിക്കുന്നത്. മണമൊന്നും പച്ചമുളകിൻ്റെ മണമാണ്. പച്ചമുളകിൻ്റെ മണം. ഇത് ഉണങ്ങി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കോഫി. എനിക്ക് പേടിയുണ്ട് കാടായിട്ട് അങ്ങോട്ട് പോകാം. എനിക്ക് പേടിയാണേ. അപ്പോൾ വന്നപ്പോൾ തന്നെ കാലിൽ അട്ട അടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഇല ആണെങ്കിൽ തന്നെ വിചാരം പാമ്പ് തേയില അട്ട എന്നൊക്കെയാണ്. സത്യമായിട്ട് പേടിച്ചിട്ടാ. സൂപ്പർ നമുക്കിവിടെ ഫുള്ളൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ഓരോ സ്ഥലങ്ങൾക്കും ചരിത്രപരമായിട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട്. ഈ സ്ഥലത്തിനുമുണ്ട്. നമ്മുടെ സീതയെ രാമൻ കൊണ്ടുവന്നിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. എനിക്ക് കൂടുതൽ സ്റ്റോറിയൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ. അങ്ങ് അറ്റം വരെ പോകണം. ഇപ്പം നല്ല വെയിലുണ്ട്. മിക്കവാറും കരിവണ്ട കണക്കാകും. എനിവേസ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിവിടുത്തെ ഏറ്റവും എൻഡാണ്. ഇത്രയും ദൂരം നടന്നിട്ട് ഞാൻ ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തുനിന്ന് കാണുന്ന അരുവി മാത്രമാണ്. ഫാമിലീസ് ആരും അധികം ഇങ്ങനെ നടന്നു വരാറില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു. കുറച്ച് പയ്യന്മാർ പോയിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ പ്രത്യേകിച്ച് കാണാനുള്ളൊരു അരുവി മാത്രമാണെന്ന്. എന്നാൽ പിന്നെ വന്നതല്ലേ കണ്ടേക്കാന്ന് കരുതിയിട്ട് ഇത്രയും ദൂരം നടന്നതാണ്. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാനും കാണാൻ കഴിയുന്നത് ഈ ഒരു വൃക്ഷമാണ്. അപ്പോൾ 10,000ങ്ങളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വൃക്ഷത്തിൻ്റെ കൂടെ. പിന്നിൽ കണ്ടായിരുന്നു. ഞാൻ പോലും അറിയാണ്ട് ഒരുത്തൻ എൻ്റെ പടം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് അടിച്ചത് കണ്ടേ മതിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മരം ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോയെങ്കിലും എടുത്ത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ. പക്ഷെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഡാർക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാർക്ക് എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയില്ല. എനിവേസ് എനിക്ക് ഇവിടെ നിന്നിട്ടൊരു നല്ല ഫോട്ടോ കിട്ടിയിട്ടില്ല. ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് മോസ്റ്റ്ലി എനിക്ക് കാണാൻ കഴിയുന്നുള്ള ഒരു മരം, ഒരു ചിത്രം ഇതാണ്. അത് കണ്ടില്ലേ? വീഡിയോയെങ്കിലും കിട്ടിയില്ല എന്തായാലും. അപ്പം നെല്ലിയാമ്പതി സീതാർകുണ്ടിലെ ഈ ഒരു കാഴ്ചകളൊക്കെ ഏറെക്കുറെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് പോയത് ഒരു ഫാമിലാണ്. ഫാമിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓറഞ്ച് വെജിറ്റബിൾ ഫാം. അത് നമ്മുടെ നെല്ലിയാമ്പതിയിൽ തന്നെയുള്ള ഒരു ഫാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര വലിയ ഫാമൊന്നും അല്ല കേട്ടോ. വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ആണോ അറിയില്ല, എന്താണെന്നറിയില്ല. എനിവേസ് ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് അവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഹാൻഡ് ക്രാഫ്റ്റാണ്. എന്തായാലും ഭയങ്കര ക്യൂട്ടാണ്. ഇനി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആകെപ്പാടെ കണ്ടത് കുറച്ച് ഓറഞ്ചും കുറച്ച് വെജിറ്റബിൾസും. അത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓറഞ്ച് വെജിറ്റബിൾ ഫാമിൽ പിന്നെ വേറെ എന്താ കാണുന്നത്. എന്തായാലും ബാക്കി ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി കാണാം. എന്തായാലും മൊത്തത്തിലൊരു ഓഫ് സീസണിലാണ് പോയത്. അതുകൊണ്ട് ഓറഞ്ചും അധികം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കഷ്ടിച്ചതാ ഇതുപോലെ ഇങ്ങനെ തെന്നും തെറിച്ച് എവിടെയൊക്കെ കണ്ടെന്നേ ഉള്ളൂ. അവിടെ നീളം ഒരുപാട് വെജിറ്റബിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും സീസൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റെയറായിട്ട് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. സ്പെസിഫിക്കായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്തത് ഇത് വന്നിട്ട് നമ്മുടെ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഇത് ഏറ്റവും എൻഡിലത്തെ ഒരു സംഭവമാണ്. അത് ഇവരെന്തോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതും കാണിച്ചതും മാത്രം തന്നെ ഇത് എൻഡാണ്.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കിടക്കാച്ചി സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ഓറഞ്ച് വെജിറ്റബിൾസ് ഫ്ലവേഴ്സ് എന്നും കൂടെ പറയാം. ഓക്കെ, റോസാണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോസ്. എൻ്റെ വീട്ടിൽ ഒരുപാട് റോസ് ചെടികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല, മുന്നേ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ വലിയ ആകാംക്ഷയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിവേസ് ഇവിടെ നടന്ന് ഞാൻ തളർന്നു. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഇങ്ങനെ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ മയിലിനെ കണ്ടത്. റോഡിൻ്റെ അരികിലുള്ള ഒരു തേയിലത്തോട്ടത്തിലാണ്. ഒന്നിലധികം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെയിൻലി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും പക്ഷികളെ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങാൻ നിൽക്കരുതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട്, അതായത് സൂവിൽ കണ്ടിട്ടുള്ള അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. അതെ കണ്ടില്ല, 1, 2, 3 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നടന്ന് അതിനടുത്ത് കാണാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുള്ളിലോട്ട് നടക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് കുറേ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ പന്നിക്കൂട്ടത്തിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെ സൗണ്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭൂതി പറയുന്നതാണ്, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയാലും ഒറ്റയ്ക്ക് പോയാലും എങ്ങനെ പോയാലും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് പണി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ആസ് എൻ ഇൻഫർമേഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. പിന്നെ വരുന്ന വഴിക്ക് സിംഹാലം കുരങ്ങിനെയും പോത്തിനെയും വേഴാമ്പൽ പക്ഷിനെ, അങ്ങനെ പേരറിയാത്ത ഒരുപാട് പക്ഷികളെയും എന്തൊക്കെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സീതാർകുണ്ടിൽ നിന്ന് 11 കിലോമീറ്റർ മാറിയിട്ട് കാരാപ്പുഴ എന്നുള്ള ഈ തൂക്കുപാലത്തിലാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഇവിടെ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നൊരു നോർമലായിട്ടുള്ളൊരു തൂക്കുപാലമാണ്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കയറൽ നിർബന്ധം കേട്ടോ. പിന്നെ ഈ കുട്ടികൾ എന്ത് വികൃതിയാണെന്നറിയോ, കയറിയ പാടിന് ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് എന്നെ കുറേ വട്ടം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയെന്നറിയോ? ഇതാ കണ്ടില്ലേ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഇതിനി കാണുന്നുണ്ട് കേട്ടോ. അതുങ്ങൾ ചാടി തൊലപ്പിച്ച്, ഞാൻ വിചാരിച്ച് ഇന്നത്തോടു കൂടി ഇത് ഇടിഞ്ഞു പൊഴിഞ്ഞ് നിലത്ത് വീഴുമെന്ന്. അമ്മാതിരി ചവിട്ടി പൊളിച്ചിട്ടാണ് അതുങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതാ കണ്ടില്ലേ, ഈ കുലുക്കൊക്കെ അതുങ്ങൾ അവിടെ നിന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. പിന്നെ ഒരല്പം സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞാനൊന്ന് കെഞ്ചിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും തന്നില്ല. അതോടുകൂടി എൻ്റെ വീഡിയോ എടുത്തൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി യാത്രയും ഞങ്ങൾ കഴിഞ്ഞു. ഇതിന് ശേഷം വേറെ എവിടെയും വിസിറ്റ് ചെയ്യാൻ പോയില്ല, നേരെ റൂമിലോട്ടായിരുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സഹിച്ചിരുന്ന എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള നല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കീപ് സപ്പോർട്ടിങ്. ആൻഡ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെയും പറയാനുണ്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് വേണം എന്തെങ്കിലും മാറ്റിയതിൽ വരുത്തണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിക്കാനുള്ളത്. അപ്പോൾ അപ്കമിങ് വീഡിയോസ് സ്റ്റിൽ എഡിറ്റിങ്ങിലാണ്. ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മാസം മുമ്പുള്ള വീഡിയോ ആണ്. എനിവേസ് ബൈ.